ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറ്റ അടിയുടെ ആഘാതം കൊണ്ട് കടക്കുകയല്ല CPM തിരിച്ചുവരവിന്റെ പാതയിലാണ്. നോക്കൂ, ഇന്നലെ ഉണ്ടായ പോലീസ് സ്റ്റേഷനിൽ യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതേപോലെ ബ്രൂവറി വിഷയത്തിൽ കൊടുത്ത പ്രാഥമിക അനുമതി, അതേ തന്നെ മന്ത്രിസഭാ യോഗങ്ങളിൽ മന്ത്രിമാരോടെല്ലാം തന്നെ എല്ലാ പദ്ധതികളും ഉടനടി അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ CPM റിട്ടേൺസ് ഡാ ആണോ? തിരിച്ചു വന്നിടാത്തതല്ല ദൂരവൻ സഖാക്കൾ, അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ? അപ്പോ അതേപോലെ സഖാക്കന്മാർ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളാണ് പറ്റിയിരുന്ന വിമർശനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പഴയ സഖാക്കൾ പാർട്ടിയുടെ തിരുത്തൽവാദികളാണോ? അതെ, പാർട്ടിയുടെ ആദർശം പാർട്ടി മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ പാർട്ടി എപ്പോഴും ഒരു യൂ ടേൺ അടിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിഷയങ്ങൾ, ആ വിഷയത്തിൽ പാർട്ടി പറഞ്ഞിട്ടുള്ള നിലപാടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ നടത്തിയ സമരങ്ങൾ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അതൊക്കെ പഴയ കാലത്തെ സമരങ്ങളല്ലേ എന്ന്, അത് കഴിഞ്ഞുപോയി. അപ്പോൾ വീണ്ടും റിട്ടേൺ അടിക്കുകയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പാട്ടിറങ്ങി. ആ പാട്ടിറങ്ങിയ സാഹചര്യത്തിൽ പാട്ട് പാടിയവർക്കെതിരെയും പാട്ടിന്റെ പ്രൊഡ്യൂസർക്കെതിരെയും പാട്ട് നിർമ്മിച്ച എല്ലാ ആളുകൾക്കെതിരെയും പാട്ട് കേട്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എതിരെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇന്ന് സർക്കാർ വീണ്ടും തിരുത്തി പറയുകയാണ്, ഞങ്ങൾ നന്മ നിറഞ്ഞ പാർട്ടിയാണ് ഞങ്ങളുടേത്, ഞങ്ങൾ ആർക്കെതിരെയും കേസെടുക്കത്തില്ല. ഇപ്പോ മതവികാരമൊന്നും വ്രണപ്പെട്ടിട്ടില്ല, വ്രണപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നിയതാണ്. ഈ തോന്നലിന്റെ പേരിൽ കേസ് എടുക്കാൻ വെള്ളരിക്കപ്പെട്ടണമാണോ? അല്ല, തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നോക്കൂ, കഴിഞ്ഞ കാലഘട്ട സമരങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. സമരങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും സമരങ്ങൾ നടത്തും. പല സമരങ്ങൾ തോറ്റുപോയേക്കും. കമ്പ്യൂട്ടറിനെതിരെ നടത്തിയ സമരം തോറ്റുപോയി, ട്രാക്ടറിനെതിരെ നടത്തിയ സമരം തോറ്റുപോയി, വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടത്തിയ സമരം തോറ്റുപോയി. വിഴിഞ്ഞം തുറമുഖം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇവിടെ പ്രയത്നിച്ച പാർട്ടി, വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് സമരവുമായി ഇറങ്ങിയതും ആദ്യമായി ഒരു കൊടികുത്തിയതും ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നെങ്കിലും മാറ്റത്തിനനുസരിച്ച് മാറ്റുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് കേരളത്തിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നുള്ള ക്ലീശ ചോദ്യങ്ങൾ ചോദിക്കില്ല. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. CPM തിരിച്ചു വരാൻ കഴിയുമോ? CPM സംബന്ധിച്ച് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയും. കാരണം അത്ര ദൂരമൊന്നും, അല്ലെങ്കിൽ അത്രയ്ക്ക് സംഘടനാ ശക്തി നശിച്ചു പോയിട്ടൊന്നുമില്ല. അടിത്തട്ടിൽ സംഘടനയുണ്ട്, പക്ഷേ ആ സംഘടന ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങൾക്ക് ക്ഷതം വന്നിട്ടുണ്ട്. ആ സംഘടന പറയുന്ന ആശയങ്ങൾക്ക്, ആ സംഘടനയുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾക്കും മൂല്യക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് അടിത്തട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംഘടന തൊട്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുവദിക്കാത്ത ഒരു ഫാസിസ്റ്റ് നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആശയങ്ങൾ തൊട്ട് അവിടെ ഒത്താശ പാടുന്ന, അപ്പോൾ നമുക്കെല്ലാം അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ക്യാമ്പസുകൾ തന്നെയാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ പ്രദേശത്തിലെ, ആ നാട്ടിലെ, ആ മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരും CPM-ന്റെയും CPI-യുടെയും SFI-യുടെയും DYFI-യുടെയും സംസ്ഥാന നേതാക്കൾ വരെ വന്ന് തമ്പടിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരാളെ രൂപപ്പെടുത്തുന്ന ഒരു ക്യാമ്പസ് കാലഘട്ടമാണ്. ആ ക്യാമ്പസ് കാലഘട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് അവർ മാറത്തില്ല. ആ ആശയങ്ങൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളെ അവിടെ നിന്നുമാണ് കിട്ടുന്നത്. ഇപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചും പിടിച്ചുമാണെങ്കിലും ക്യാമ്പസുകൾ നിലനിർത്തി പോകുന്നത്. അതേപോലെ അല്ല, നോക്കൂ, നേരത്തെ രാഹുൽ സൂചിപ്പിച്ചൊരു കാര്യം, നേരത്തെ കോൺഗ്രസിന് മുകൾ തട്ടിൽ സംഘടന ഉണ്ടായിരുന്നു, താഴെ തട്ടിലില്ലായിരുന്നു. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ താഴെ തട്ടിൽ കോൺഗ്രസ് ഇനി ഒന്നുമില്ല, ഇനി പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുമ്പ് പോലുമില്ല, ഇനി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിലനിൽപ്പില്ല, നമ്മൾ വേട്ടയാടപ്പെടും, നമ്മൾക്ക് വേറൊരു ഗതി വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായി താഴെ തട്ടിൽ പ്രവർത്തകർ പ്രവർത്തിച്ചു. ഏകോപനമായിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു കൂട്ടം മാത്രമാണ്. ശക്തമായിട്ടൊരു നേതൃനിര ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശയങ്ങൾ കൊണ്ട് കഴിയില്ല. അതിശക്തമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. സംവിധാനത്തിലേക്ക് ഒരിക്കലും നടക്കത്തില്ല. കാരണം മേളിലിരിക്കുന്ന നേതാവിന്റെ ആശയമായിരിക്കത്തില്ല താഴെ ഇരിക്കുന്ന അണിയുടെ ആശയം.
രണ്ടുപേരുടെയും ആശയങ്ങൾ തമ്മിൽ ചേർന്ന് പോകാത്തതുകൊണ്ട് നേതാവും അണിയും തമ്മിൽ എന്നും വഴക്കായി. UDF എന്ത് നയമാണ് മുന്നോട്ട് വെക്കുന്നത്? UDF എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിയലാണോ? അവിയൽ പരുവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അവിടെയാണ് കിടക്കുന്നത്. അത് ഇന്നേ വരെ ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഈ അടിച്ചും പിടിച്ചും മാത്രമാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് വന്നിട്ടുള്ളത്. അടിക്കാതെയും പിടിക്കാതെയും ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പഠിക്കാൻ അവസരം വരെ കിട്ടിയത് സമരം ചെയ്തിട്ടാണ്. യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ സമരം ചെയ്തിട്ടാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളും സമരം ചെയ്ത് തന്നെ നേടിയെടുത്തിട്ടുള്ളതാണ്. അവിടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ബോധത്തിന് അതിനനുസരിച്ചാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതായത് ഒരു യൗവന കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ആശയങ്ങളാണ്. അത് വലിയ രീതിയിലുള്ള മാറ്റം. ഞാനിപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് മല മറിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരുടെ ഈ ഭീകരവാദവും അല്ലെങ്കിൽ ഭൗതികവാദവും ഇതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വികസിത രാജ്യമാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകണം, കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണം ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. ഒപ്പമാണ് എന്നുള്ളൊരു പ്രതീതി എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ മറിക്കുകയും ചെയ്യും. 9.5 വർഷത്തെ ഒരു ഗവേണൻസ് അഡ്മിനിസ്ട്രേഷനിൽ കേരളം മുന്നോട്ട് പോയില്ലേ രാഹുലെ? ഒരു തരത്തിൽ നോക്കിയാൽ അല്ല, 9 വർഷത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 9 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? കാലഘട്ടത്തിൻ്റെ അതായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അമേരിക്ക വികസിക്കുന്ന പോലെയോ ചൈന വികസിക്കുന്ന പോലെയോ ഒന്നും ഇന്ത്യയും വികസിച്ചിട്ടില്ല, കേരളവും വികസിച്ചിട്ടില്ല. ഇപ്പോഴല്ലേ നമ്മൾ ഈ സ്മാർട്ട് ഫോണൊക്കെ ഒരു 5 കൊല്ലമായല്ലേ ആയുള്ളൂ. കൊറോണയ്ക്ക് ശേഷം ഒരു മാറ്റം, അതായത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലെന്ന് പറയാൻ പറ്റൂ. കൊറോണ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ സർക്കാരിന്റെ മാത്രം കാര്യങ്ങൾ, സർക്കാരിന്റെ മാത്രം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഫോൺ ഇറക്കുന്നത് സർക്കാരാണോ? അല്ലല്ലോ. അല്ല, ഇപ്പൊ മൊബൈലിന്റെ കാര്യം മാത്രമല്ല, അടിസ്ഥാനപരമായി നോക്കൂ, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എത്ര കൊല്ലം കൊണ്ടാണ് ഓരോ പാർട്ടികളും ഇത് ഉണ്ടാക്കി വരുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. തറക്കല്ലിടാൻ മാത്രമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടി, അത് വീക്ഷണമാണ്. ആ തറക്കല്ലിട്ടിരുന്ന എല്ലാ കെട്ടിടങ്ങളും ഇപ്പോ ഇല്ലേ? ഇപ്പോ ഇന്നത്തെ പിണറായി സർക്കാർ എന്താണ് പറയുന്നത്? ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ തറക്കല്ലിന്റെ അവിടെ ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു പേര് കാണും. തറക്കല്ലിട്ടാൽ പൊങ്ങില്ലല്ലോ. തറക്കല്ലിട്ടാൽ പൊങ്ങില്ലെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മാറ്റിവെച്ച്, ആദ്യത്തെ ടൈമിലെ ഫണ്ട് മാറ്റി വെക്കണേ തറക്കല്ലിടണമെങ്കിൽ. ഒന്നാം ഘട്ടത്തിന്റെയും 2ാം ഘട്ടത്തിന്റെയും ഫണ്ട് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ആ പണി തുടങ്ങത്തുള്ളൂ, തറക്കല്ലിടത്തുള്ളൂ. അപ്പൊ ആ ഫണ്ട് മാറ്റി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഫണ്ട് കണ്ടെത്താത്തതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്ന എത്രയോ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞു 14 സ്ഥലങ്ങളിലും കല്ലിട്ടു. എന്നിട്ട് എത്ര മെഡിക്കൽ കോളേജുകൾ പിന്നെ പൊങ്ങി വന്നു? അതിനു വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കാൻ ഇവിടുത്തെ സർക്കാരിന് പൈസ ഇല്ലായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം അത് പിന്നീട് എങ്ങനെയാണ് അദാനിക്ക് പോയതും അംബാനിക്ക് പോയതും എന്നെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, കേരളത്തിന്റെ തന്നെ നമുക്ക് 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്നുള്ളൂ. കേരളത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ബോധമുള്ളവരാണ്. അവര് തിരിച്ചടിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ അവർക്കറിയാം അവർക്ക് നിലനിൽപ്പില്ലെന്ന്, ആട്ടി ഓടിക്കുമെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ കാലത്തും അങ്ങനെ ഉള്ളത്. പക്ഷെ ഈ 5 കൊല്ലം കൊണ്ട്, ഈ കഴിഞ്ഞു പോയ 5 കൊല്ലം കൊണ്ട് സർക്കാർ എത്ര കാര്യങ്ങളാണ് യൂട്ടേൺ അടിക്കുന്നത്. സർക്കാരിന് പിന്തിരിയേണ്ടി വരികയാണ്. സർക്കാർ ഒരു ബൂർഷ്വാ സംവിധാനത്തിലേക്ക് പോയി, തൊഴിലാളി സംഘടന എന്നൊക്കെ അപ്പുറത്തേക്ക് ഒരു ബൂർഷ്വാ സംഘടനയിലേക്ക് പോയ സമയത്താണ് സർക്കാരിന് യൂട്ടേൺ അടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഒത്താശ പാടുന്ന ഒരു സർക്കാരായിട്ട് ഇവിടുത്തെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടക്കുന്ന ഓരോ വിഷയങ്ങൾ, ആഭ്യന്തര വകുപ്പ്, ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇവിടെ സർക്കാരിന്റെ ഏത് മന്ത്രിസഭയെ പറ്റിയാണ് കുറ്റമുള്ളത്? കുറ്റങ്ങൾ കാണിക്കാണെങ്കിൽ എത്രയോ കുറ്റങ്ങളാണുള്ളത്. കഴിവുകൾ കാണിക്കാണെങ്കിൽ മൊത്തത്തിൽ സിസ്റ്റത്തിനുള്ള ഒരു തകർച്ചയാണ്. അല്ലാതെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാനാണെങ്കിൽ എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഓരോ മന്ത്രിസഭയിലും തീർച്ചയായിട്ടും ഉണ്ട്.
പക്ഷേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇത്രയും വിഷയം, അതായത് ഇത്രയും ഗൗരവപരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഇപ്പൊ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ പറഞ്ഞതിനെതിരെ അവിടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ വികസനം നടക്കാത്തതിനോ അല്ല, അതിനെ സർക്കാർ സമീപിക്കുന്ന ആ സമീപനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇപ്പൊ അവിടെ ഹാരിസ് ഡോക്ടർ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കയറി ഇറങ്ങി മടുത്തു, എനിക്ക് വയ്യ എന്നൊരു പോസ്റ്റ് ഇടുകയാണ്. അതായത് ആശുപത്രിയിലേക്ക് ഒരു മിഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് കയറി ഇറങ്ങുന്നത്. അത് മടുത്തിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പൊ ആ പോസ്റ്റിന് ശേഷം അദ്ദേഹം നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ, സർക്കാർ തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ, പിന്നെ ഒരു റിപ്പോർട്ട് വാങ്ങിച്ചായിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തിയത് അറിഞ്ഞായിരുന്നോ? ഇല്ല. ആരോഗ്യവകുപ്പ് ഞങ്ങൾ ഉടൻ തന്നെ റിപ്പോർട്ട് ശേഖരിക്കുന്നതാണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ശേഖരിച്ച് ആ റിപ്പോർട്ട് പൂഴ്ത്തി. ആരെങ്കിലും പിന്നീട് ആ റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി അവിടെയാണ് ചോദ്യം ചെയ്തത്. ആ ഹാരിസ് ഡോക്ടറെ പിന്നെയും അയാളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കള്ളനാക്കുന്ന രീതിയിലേക്ക് ഒരു വിഷയം വന്നായിരുന്നു. അയാളെ സിസ്റ്റത്തിന്റെ വീഴ്ച തന്നെയാണ്. അവിടെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോ വികസനം വരാത്തതോ വികസനം ഇല്ലാത്തതോ ഒന്നുമല്ല ചോദ്യം ചെയ്തത്, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ. ഇപ്പോ ഏറ്റവും വലിയ വിഷയം, കൊല്ലം ഹോസ്പിറ്റലിൽ മരുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനിടെ ഞങ്ങൾ കൊല്ലത്ത് പൊതിച്ചോറ് കൊടുക്കുന്നവരാണ്, ഞങ്ങൾക്കറിയുന്നതിൽ അപ്പുറം ഇല്ല എന്ന് പറയുന്ന അത്ര ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഏത് ഭരണസമിതി? ഇപ്പൊ പോലീസ് എത്രയോ കാര്യങ്ങൾ കൃത്യമാണ്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പോലീസ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോ സൈബർ കുറ്റകൃത്യം നടത്തുന്ന വലിയ ക്രിമിനലുകളെ അവിടെ പോയി പിടിച്ചു പോലീസ്. വലിയ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ പിടിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സൈഡുണ്ട്, ഇത്തരത്തിലുള്ള സാധാരണപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുന്ന, കള്ളും കഞ്ചാവും കൊലയാളികളുമായിട്ടുള്ള ആളുകൾക്ക് ഒത്താശ പാടുന്ന, അവരുമായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന, ഇപ്പോ ജയിലിൽ പോലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് VIP ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എത്ര പോലീസുകാരുണ്ട്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നവനെ അടിച്ചൊതുക്കുന്ന രാഷ്ട്രീയം, അവിടെയാണ് ഇവിടെ വിഷയം വരുന്നത്. തീർച്ചയായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചു വന്നിടാത്ത ഒരു സംവിധാനമൊന്നുമല്ല CPM എന്ന് പറയുന്നത്. പക്ഷെ UDF ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം.